ഓം ശാന്തി. എപ്പോഴും ഒരു ചൊല്ല് പറയാറുണ്ട്, വിതച്ചത് മനുഷ്യൻ കൊയ്യും എന്ന്. പക്ഷേ വിതച്ചത് കൊയ്യും എന്ന ഒരു ചൊല്ല് പറയുമ്പോൾ നമ്മളെല്ലാവരും മറന്നു പോകുന്ന ഒരു ഫാക്ടറുണ്ട്. ഒരു വിത്ത് വിതച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു മണി കൊയ്യും എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരു മണി നെന്മണി ഞാൻ വിതയ്ക്കുമ്പോൾ അതിൽ നിന്നൊരു നെല്ലിൻ്റെ തൈ ഉണ്ടാകുമ്പോൾ 100 മേനി വിളവാണെങ്കിൽ ഒന്നിന് 100 മണി കണക്കാക്കി നമുക്ക് തിരിച്ചു കിട്ടുക തന്നെ ചെയ്യും. അതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. ഈ ലോകത്തെ വിത്ത് വിതയ്ക്കുമ്പോൾ ഒരു പക്ഷേ 30 മേനി 40 മേനി 10 മേനി വിളവൊക്കെ ഉണ്ടായേക്കാം. പക്ഷെ കർമ്മം എന്ന വിത്തിൽ അതിൻ്റെ കുറഞ്ഞ വിളവാണ് ഒന്നിന് 100 മേനി എന്ന് പറയുന്നത്. അതുകൊണ്ട് കർമ്മം ചെയ്യുന്ന സമയത്ത് നമ്മൾ പല ഒഴിവ് കഴിവുകളും മനുഷ്യന്മാർ കണ്ടെത്താറുണ്ട്. ഞാൻ അങ്ങനെ ആയതുകൊണ്ടാണ് ഈ കർമ്മം ചെയ്യുന്നത്. ഇന്നത്തെ ലോകത്ത് ഇപ്പോൾ ആരാ ഇങ്ങനെയൊക്കെ ചെയ്യാത്തത്? ഇതൊക്കെ തന്നെയല്ലേ ഈ ലോകത്തിൻ്റെ ഒരു ജീവിത രീതി. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ, പിന്നെ ഞാനെന്തിനാ മാറുന്നത്? ഇങ്ങനെ സ്വന്തം തെറ്റിനെ മറയ്ക്കാൻ വേണ്ടി, സ്വന്തം തെറ്റിനെ ഒളിക്കാൻ വേണ്ടി പലപ്പോഴും പല മനുഷ്യന്മാരും പല രീതിയിലുള്ളതായിട്ടുള്ള കാരണങ്ങളെ കണ്ടെത്താറുണ്ട്. നിങ്ങൾക്ക് സ്വയം അവനവനെ സമാധാനിപ്പിക്കാൻ പറ്റുമായിരിക്കും, മറ്റുള്ളവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ കർമ്മത്തിന് ഒളിപ്പിക്കാനായിട്ട് ലോകത്തൊരു മനുഷ്യന്മാരെ കൊണ്ടും സാധ്യമല്ല. ആ കർമ്മം നിങ്ങൾക്ക് 100 മേനി വിളവ് തരുക തന്നെ ചെയ്യും. അത് പോസിറ്റീവാണെങ്കിൽ പോസിറ്റീവായിട്ട് കിട്ടുന്നതാണ്, നെഗറ്റീവാണെങ്കിൽ നെഗറ്റീവായിട്ടും കിട്ടുന്നതാണ്. പോസിറ്റീവായ വിത്തിട്ടത് കൊണ്ട് കുറഞ്ഞ ഫലമെന്നും നെഗറ്റീവായ വിത്തിട്ടത് കൊണ്ട് കൂടുതൽ ഫലമൊന്നുമില്ല. ഏത് വിത്ത് നമ്മൾ വിതയ്ക്കുന്നുണ്ടോ തീർച്ചയായിട്ടും അതിൽ നിന്ന് അതിൻ്റെ ഫലം നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. നെല്ലിൻ്റെ വിത്തിട്ടിട്ട് ഗോതമ്പ് കൊയ്യാൻ കിട്ടാറില്ല, അല്ലെങ്കിൽ മാവിൻ്റെ വിത്ത് നട്ടിട്ട് നമുക്ക് കശ്മാവിൻ്റെ ചെടിയെ കിട്ടാറില്ല. അതുപോലെ വിതയ്ക്കുന്നതെന്തോ അതാണ് നമുക്ക് തിരിച്ചും കിട്ടുന്നത്. അതുകൊണ്ട് സ്വന്തം ജീവിതത്തിൽ ദുഃഖം വരുമ്പോൾ, കഷ്ടം വരുമ്പോൾ, വിഷമം വരുമ്പോൾ എന്തിനാണ് ഭഗവാനെ എനിക്കിത് തന്നത് നമ്മൾ ചോദിക്കരുത്. കാരണം ഭഗവാൻ നമുക്കിത് തരുന്നതല്ല, നമ്മൾ ചെയ്യുന്ന കർമ്മം നമ്മുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നതാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ മാവിൻ്റെ വിത്തിനെക്കുറിച്ച്, തെങ്ങിൻ്റെ വിത്തിനെക്കുറിച്ച്? ഒരു മാവിൻ്റെ വിത്താണ് നടുന്നതെങ്കിൽ അത് മരമായി വളർന്ന് പടർന്ന് പന്തലിച്ചു കഴിയുമ്പോൾ എത്ര മാങ്ങ ഒരു വർഷം ഉണ്ടാവും ചോദിച്ചാൽ അത് 100 മടങ്ങൊന്നുമല്ല, ഒരു പക്ഷേ 1000 മടങ്ങും അതിൽ നിന്ന് വന്നേക്കാം. അത് ഒരു പ്രാവശ്യം കൊണ്ട് വിളവ് അവസാനിപ്പിക്കുമോ? നെല്ലാണെങ്കിൽ ഒരു പ്രാവശ്യം കൊണ്ട് വിളവ് അവസാനിക്കും. പക്ഷെ മാവാണെങ്കിൽ അത് തലമുറകളോളം നിരന്തരമായിട്ട് അതിൻ്റെ ഫലം തന്നുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ട് നിരന്തരമായിട്ട് എന്നെ മാത്രമേ ഉള്ളൂ ഈശ്വരന് പരീക്ഷിക്കാൻ ഒരു പരീക്ഷണ വസ്തു? എന്താണ് എൻ്റെ ജീവിതത്തിൽ മാത്രം ഇത്രമാത്രം കഷ്ടം? ഇങ്ങനെ പലപ്പോഴും പലരും സ്വന്തം ജീവിതത്തിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഈശ്വരനോട് ചോദിക്കാറുണ്ട്, എന്തേ എന്നോട് മാത്രം ഇങ്ങനെയെന്ന്. വാസ്തവത്തിൽ നമുക്ക് ആർക്കും തന്നെ മാറ്റാൻ പറ്റാത്ത സത്യമാണ്, നമ്മൾ കൊടുത്തതെന്തോ അതാണ് നമുക്ക് തിരിച്ചു വരുന്നത്. അതുകൊണ്ട് പലപ്പോഴും നമ്മുടെ ജീവിതത്തിനെ ഒന്ന് വിശകലനം ചെയ്ത് നോക്കിയേ. അറിയാതെ സംഭവിച്ചു പോകുന്ന അബദ്ധങ്ങളും ഉണ്ടാവാറുണ്ട്. അറിഞ്ഞുകൊണ്ട് ആ സമയത്ത് വൈകാരികമായിരിക്കുന്ന ഭാവത്തിനെയും ഭാവനകളെയും നിയന്ത്രിക്കാൻ പറ്റാത്തതുകൊണ്ട് മനുഷ്യന്മാർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതായിരിക്കുന്ന തെറ്റുമുണ്ട്. കളവ് പറയുക എന്നുള്ളത് തെറ്റാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ടും മനുഷ്യന്മാർ തത്സമയത്ത് ഒരു ചീത്തയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി, മുഖം രക്ഷിക്കാൻ വേണ്ടിയൊക്കെ കളവ് പറയാറില്ലേ? അത് ഒരു യുക്തിയല്ലേ എന്നുപോലും പറയുന്ന ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ വാസ്തവത്തിൽ നിങ്ങൾ കളവ് പറയുക എന്നുള്ളതായിട്ടുള്ള ഒരു തെറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് അത് കുറച്ച് ആഴത്തിലുള്ള വിത്താണ്. പല മടങ്ങ് നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് വന്ന് ചേരുന്നതാണ്. അതേസമയം അറിയാതെ നമ്മുടെ വായിന്നൊരു വാക്ക് വീണുപോയി, മറ്റുള്ളവർ വിഷമിച്ചു പോയി എന്നുണ്ടെങ്കിൽ നെല്ല് പോലെ 100 മേനി വിളവോടെ അവസാനിക്കും. ഇല്ല എങ്കിൽ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ എത്ര സങ്കല്പം, എത്ര നിങ്ങളുടെ അറിവോടെ ഒരു പാപം ചെയ്യുന്നുണ്ടോ അതിൻ്റെ അത്രയും ഡെപ്തിൽ അത് തലമുറകളോളം നമുക്ക് കിട്ടും. തലമുറ എന്ന് വെച്ചാൽ അർത്ഥം ഞാൻ കഴിഞ്ഞ് എൻ്റെ മകൻ അനുഭവിക്കും, എൻ്റെ മകൾ അനുഭവിക്കും, അവരുടെ മകൻ, അവരുടെ മകൾ. തെറ്റാണ് ഈ ധാരണ. തലമുറകളോളം എന്ന് വെച്ചാൽ അർത്ഥം എൻ്റെ പല ജന്മങ്ങളിൽ അത്തരം സാഹചര്യങ്ങളിൽ ഞാൻ കുരുങ്ങിക്കൊണ്ട് വീണ്ടും 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 അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്നർത്ഥം. അതുകൊണ്ട് തീർച്ചയായിട്ടും കർമ്മം എന്ന് പറയുന്നത് ഒരുപാട് ശ്രദ്ധയോടെ ഒരുപാട് സൂക്ഷിച്ച് നമ്മൾ വിതയ്ക്കേണ്ടതായിട്ടൊരു വിത്താണ്. ഇനി അഥവാ നമ്മൾ ഈ കർമ്മമൊക്കെ പറയുമ്പോൾ ചിലർ പറയാറുണ്ട്, ഒരു കർഷകൻ അയാൾ നിലമുഴുതു, എല്ലാം തയ്യാറാക്കി, വെള്ളം പാകാക്കി, ഭൂമി പാകാക്കി, അതിൽ വിത്ത് വിതച്ചു. അന്ന് രാത്രി നല്ല ഒരു കൊടുങ്കാറ്റും പേമാരിയും വന്നു. ആ കാറ്റിലെ വെള്ളത്തിൽ പെട്ട് ആ വിത്ത് മുഴുവൻ ഒഴുകിപ്പോയി. അയാളുടെ ആ വിതച്ച നെല്ല് മുഴുവൻ പോയി എങ്കിലോ?
തീർച്ചയായിട്ടും അതും സംഭവിക്കാം. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, അത്തരം ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ എല്ലാ അധ്വാനവും കഴിഞ്ഞ ശേഷം അതിൽ ഞാൻ വിത്ത് മുളച്ച് വരേണ്ട സമയമാകുമ്പോൾ അത് ഒഴുകിപ്പോകുന്നുണ്ട് എങ്കിൽ, കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കാനുള്ള സമയം വരുമ്പോൾ എൻ്റെ വായിൽ വെച്ചു എന്ന് ഞാൻ വിചാരിക്കുന്ന അന്നം തട്ടിക്കൊണ്ടു പോകുന്ന അവസ്ഥ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനും അർത്ഥം മുന്ന് കൊടുത്തിട്ടതായിരിക്കുന്ന കർമ്മമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദുഃഖങ്ങളോ പ്രയാസങ്ങളോ കഷ്ടങ്ങളോ ഉണ്ടാകുമ്പോൾ എന്തിനു വേണ്ടി എന്നോടിത് എന്ന ഒരു ചോദ്യത്തിന് പകരം ഇത് ഇങ്ങനെയാണ് എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് അവിടെ നിന്ന് വീണ്ടും ഒരു പുതിയ തുടക്കത്തിന് വേണ്ടി നിങ്ങളുടെ മനസ്സ് തയ്യാറായാൽ എല്ലാ നെഗറ്റീവിനും നമുക്ക് പോസിറ്റീവിലേക്ക് മാറ്റാൻ പറ്റുന്നതേ ഉള്ളൂ. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇന്ന് ഒരിക്കൽ കൂടി പറയുകയാണ്, ഇന്ന് ഈ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് ഈ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടെങ്കിൽ, ഈ രാത്രിയിൽ യാതൊരു പ്രയാസം കൂടാതെ നമ്മൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ, രാത്രിയിലെ ഇരുട്ടിനെ പകൽ പോലെ വെളിച്ചമാക്കി നമ്മൾ മാറ്റുന്നുണ്ടെങ്കിൽ, ഒരു ശാസ്ത്രജ്ഞൻ്റെ ആയിരക്കണക്കിന് തവണ തോറ്റിട്ടും അയാൾ വീണ്ടും ചെയ്തതുകൊണ്ടാണ് നമുക്ക് ഈ വെളിച്ചം കിട്ടിയത്. ആ വെളിച്ചം ഇന്ന് ലോകത്തിന് മുഴുവൻ നിരന്തരമായി വെളിച്ചം കൊടുത്തുകൊണ്ടിരിക്കുക. എന്തിനും ഏതിനും നമുക്ക് ലൈറ്റ് വേണം, ഡെക്കറേഷൻ നമുക്ക് ലൈറ്റ് വേണം, ആനന്ദിക്കാൻ ലൈറ്റ് വേണം, ട്രീറ്റ്മെൻറ്റിന് ലൈറ്റ് വേണം, നമുക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ ലൈറ്റ് വേണം, സ്വസ്ഥമായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ലൈറ്റ് വേണം. എവിടെയും എല്ലാവർക്കും പ്രകാശമാനമാക്കി മാറ്റാൻ വേണ്ടി തൻ്റെ ഒരായുസ്സിൻ്റെ മുഴുവൻ അധ്വാനം. അതുകൊണ്ടാണ് 70ാമത്തെ വയസ്സിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ മുഴുവൻ ലബോറട്ടറി കത്തിപ്പോയപ്പോഴും ഞാൻ നാളെ മുതൽ വീണ്ടും തുടങ്ങും എന്ന ദൃഢനിശ്ചയം, അതിൽ നിന്നാണ് നമുക്ക് ഈ വെളിച്ചം കിട്ടിയത്. അതുകൊണ്ട് ജീവിതത്തിൽ ഒരു 100 തവണ കൊടുങ്കാറ്റും പേമാരി ഉണ്ടായിക്കോട്ടെ, എല്ലാ വിത്തും ഒഴുകിപ്പോയിക്കോട്ടെ, എന്നാലും മണ്ണ് അവിടെയുണ്ട്, വെള്ളം അവിടെയുണ്ട്. അധ്വാനിക്കാനുള്ള നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സുകൂടി കൂട്ടി നിൽക്കുമെങ്കിൽ 1001 തവണ വെള്ളപ്പൊക്കം വന്നു പോയാലും 1002ാമത്തെ തവണ സ്വസ്ഥമായ കൃഷിയെടുക്കും, നമ്മൾ പണിയെടുക്കുകയും ചെയ്യും. അതിനുള്ളതായിരിക്കുന്ന ദൃഢവിശ്വാസവും ശക്തിയും നമുക്ക് നമ്മുടെ ഒന്നുകിൽ പ്രാർത്ഥനയിലൂടെ അല്ലെങ്കിൽ ധ്യാനത്തിലൂടെ ആത്മീയ ശക്തിയുടെ ഡെവലപ്മെൻറ്റിലൂടെ നമുക്ക് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ, അഥവാ നമ്മുടെ മനഃശക്തിയുടെ ഡെവലപ്മെൻറ്റിലൂടെ നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തീർച്ചയായും നമ്മുടെ ജീവിതം സുഖകരമായിട്ട് ഒഴുകുന്ന ദിവസങ്ങളിൽ തന്നെ നല്ല ആരോഗ്യവും നല്ല കാഴ്ചയും നല്ല കേൾവിയും നമുക്കുള്ള സമയത്ത് തന്നെ ഈ സമയത്ത് കുറച്ച് സമയം നമ്മുടെ സ്പിരിച്വൽ എംപവർമെൻറ്റിന് വേണ്ടി, അഥവാ നമ്മുടെ മനഃശക്തിയെ പൂർണ്ണമായി വികസിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ നാളത്തെ കൊടുങ്കാറ്റ് വന്നാൽ പോലും പിടിച്ചു നിൽക്കാനുള്ള ശക്തി, വീണ്ടും വീണ്ടും കൃഷി ഇറക്കാനുള്ള ശക്തി നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.